കോട്ടയം നഗരസഭയിലെ 2.5 കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അഖിൽ സി വർഗീസിനെ നഗരസഭയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായിട്ടുള്ളത്. ഷിനോജ്, തെളിവെടുപ്പ് പൂർണ്ണമായോ? അക്ഷയ, തെളിവെടുപ്പ് പൂർത്തിയായി. ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ഈ നഗരസഭയിലെ മുൻ ക്ലർക്ക് കൂടിയായിട്ടുള്ള അഖിൽ സി വർഗീസിനെ ഈ അന്വേഷണ സംഘം നഗരസഭ ഓഫീസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അഖിൽ പ്രധാനമായും പണം വകമാറ്റിയാൻ ഉപയോഗിച്ച രേഖകൾ, ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘം ശേഖരിച്ചു. കഴിഞ്ഞ ദിവസമാണ് 5 ദിവസത്തെ കസ്റ്റഡിക്ക് ഈ പ്രതിയെ ലഭിച്ചത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ പ്രതി അന്വേഷണമായി ഒന്നും തന്നെ സഹകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വളരെ നിസ്സഹകരണമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും തുടർന്ന് പ്രതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ ഈ നഗരസഭാ ഓഫീസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. 2.5 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ഈ നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്നും സ്വന്തം അമ്മയായ ശ്യാമളയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ഈ പ്രതി തട്ടിപ്പ് നടത്തിയത്. തുടർന്ന് ഈ തട്ടിപ്പ് പുറത്തു വരുന്ന സമയത്ത് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഏകദേശം 1 വർഷത്തോളം ഒളിവിലായിരുന്നു. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഒളിവിൽ കഴിഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപാണ് കൊല്ലത്ത് നിന്നുള്ള ഒരു ലോഡ്ജിൽ നിന്ന് അഖിൽ സി വർഗീസിനെ അന്വേഷണ സംഘം പിടികൂടുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് നഗരസഭയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അക്ഷയ, തെളിവെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്? അഖിൽ ഒഴികെ കൂടാതെ മറ്റു പ്രതികളുണ്ടോ ഇതിൽ? നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. മാത്രമല്ല, ഈ ഒളിവിൽ പോയ സമയത്ത് അഖിലിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ബന്ധുക്കൾ 1-2 പേരെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം വീടെടുത്ത് നൽകിയ ആൾ, പ്രധാനമായും അഖിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള പണമിടപാട് ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. പൂർണ്ണമായും പണം കയ്യിൽ വെച്ചുകൊണ്ടുള്ള വിനിമയമാണ് അഖിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ പണമൊക്കെ കയ്യിൽ വെക്കുന്നതിന് വേണ്ടി സഹായമൊക്കെ തന്നെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ നഗരസഭയുടെ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ സഹായം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളതെന്ന് പറയുന്നത് ഈ പ്രതി എന്ന് പറയുന്നത് അഖിൽ മാത്രമാണ്.